അതെ ഉണ്ട് സാർ. അതെ കേൾക്കാമോ സാറേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിപ്പം ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിവേക് എന്നാണ്, പ്രദേശം വയനാട്. എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമ്മിൻ്റെ ട്രെയിനർ ആൻഡ് ഫെസിലിറ്റേറ്റർ ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ലക്ഷദ്വീപ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് ഉദ്ദേശിച്ചത് 11 മണി തൊട്ട് 4:30 വരെ ആയിരുന്നു. എങ്കിൽ കൂടി നമുക്ക് തുടക്കത്തിൽ കുറച്ച് പാർട്ടിസിപ്പൻസ് കൂടി. കുറവാണോ? കേൾക്കാമോ? ഇപ്പോഴും സൗണ്ട് കുറവാണോ? ഇപ്പോഴും കുറവാണോ സാറേ? എങ്ങനെയാണ്? എന്തെങ്കിലും ഇന്ററപ്ഷൻ ഉണ്ടോ ഇൻ ബിറ്റ്വീൻ? വോയിസിൽ കണ്ടിന്യൂഷൻ എന്തെങ്കിലും ഇന്ററപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഡെസിഗ്നേഷനെ കുറിച്ചായിരുന്നു. എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനർ, ജെം ട്രെയിനർ ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ലക്ഷദ്വീപ് ആണ്. ഇന്നത്തെ നമ്മുടെ സെഷൻ ഒരു ഫുൾ ഡേ സെഷൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ 11 മണി തൊട്ട് ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4:30 മണിക്ക് വരെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 45 മിനിറ്റ്സ് ബ്രേക്ക് നമുക്ക് എടുക്കാം. അത് 1 മണിക്ക് ശേഷം എപ്പോഴാണോ നമ്മുടെ ടോപ്പിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം നോക്കി ടോപ്പിക്ക് എപ്പോഴാണോ കഴിയുന്നത് അതിനനുസരിച്ച് 1 മണിക്ക് ശേഷം നമുക്കൊരു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. സാറേ സൗണ്ട് ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല. തീരെ ഇല്ലേ? മാക്സിമം സൗണ്ട് ആണല്ലോ ഇത്. എല്ലാവർക്കും ഇത് തന്നെയാണോ? ഒരാൾക്ക് മാത്രമാണോ ഈ ഒരു പ്രശ്നം? എന്തായിരുന്നു? സൗണ്ട് കുറവാണ്, കേൾക്കുന്നില്ല ശരിക്കും. ഒരു മിനിറ്റ്. എനിക്ക് സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. എങ്കിൽ കൂടി മാക്സിമം ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സൗണ്ട് എന്താ പ്രശ്നം എന്ന് അറിയില്ല. എങ്കിൽ കൂടി ഒന്ന് എല്ലാവരുടെയും ശ്രദ്ധ. കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി, ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അതായത് നമുക്ക് ഏകദേശം ഞാൻ അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ട്, അതിന് കീഴെ പ്രവർത്തിക്കുന്ന റീജിയണൽ ഓഫീസുകളാണ് ഉള്ളത് എന്നതാണ്. സൗണ്ട് കുറവാ സാറേ, ഉറക്കെ സംസാരിക്കാമോ? ഇത് ആക്ച്വലി ഞാൻ ഉറക്കെ സംസാരിക്കുന്നുണ്ട്, എന്തോ സാങ്കേതിക തകരാറാണ്. നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കേൾക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധ തിരിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, ഹലോ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? കണ്ടിന്യൂ ചെയ്യാം. ശരി, അപ്പോൾ ഞാൻ നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം എനിക്ക് അറിയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസ് പ്രവർത്തനം ഒരു ഹെഡ് ഓഫീസ് ഇരിക്കെ ബാക്കിയുള്ളതെല്ലാം ഡിസ്ട്രിക്ട് ഓഫീസുകളോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകളോ എന്നിരിക്കെ എത്ര ജെമ്മിൽ എത്രയാണ് നിങ്ങൾ പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പ്രവൃത്തി പരിചയമുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അത് ചാറ്റ് ആയിട്ടായാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ നമുക്ക് വോയിസ് ആയിട്ടായാലും പറഞ്ഞാലും എനിക്ക് അതിനനുസരിച്ച് എൻ്റെ ക്ലാസ് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ജെമ്മിൽ നിന്നുള്ള ഇതിന് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? അത് ജെമ്മ് ആദ്യമായിട്ടാണോ ഈ ഒരു മീറ്റിംഗിലൂടെയാണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സർ,
സർ, എന്റെ പേര് പൂർണിമ. ഞാനിവിടെ സെൻട്രൽ ലാബിലെ പർച്ചേസ് ഡീൽ ചെയ്യുന്നതാണ്. അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോ ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല. ജൂലൈയിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പോ ജെം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ട് പർച്ചേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഡയറക്റ്റ് L1 മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ, എനിക്ക് അറിയുള്ളൂ. അപ്പൊ പക്ഷെ ഇതിനു മുമ്പ് BOQ ലെവലിലും E10 അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇനി അത് ആവശ്യമുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഞാനിപ്പം ചുരുക്കത്തിൽ മനസ്സിലാക്കുന്ന കാര്യം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നിങ്ങളെല്ലാവരും ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു തരത്തിൽ പർച്ചേസും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഉദ്ദേശിക്കാം എന്നുള്ള രീതിയിലാണോ ഞാനത് എടുക്കേണ്ടത് എന്നുള്ളതാണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയോ, അതോ ബേസിക് ആയിട്ടുള്ള സർ ഇതുവരെ ജെം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല കുറെ ആൾക്കാർ, അതുകൊണ്ട് സർ ബേസിക് തൊട്ടേ തുടങ്ങിയ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് കൺസെപ്റ്റിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിനുശേഷം രജിസ്ട്രേഷൻ നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം ജെമ്മിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രൊക്യൂർമെന്റ് മോഡ്സ് എങ്ങനെയാണെന്ന് എന്നുള്ളതും കൂടി ചർച്ച ചെയ്ത് നമുക്ക് ഇന്നത്തെ 1 ഡേ സെഷൻ അവസാനിപ്പിക്കാം. അതായിരിക്കും ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് കൺസെപ്റ്റ്, ആദ്യത്തെ കാര്യം ബേസിക് കൺസെപ്റ്റ് ഇൻ ജെം, രണ്ടാമത്തെ ടോപ്പിക് രജിസ്ട്രേഷൻ, ആൻഡ് മൂന്നാമത്തെ കാര്യം പ്രൊക്യൂർമെന്റ് മോഡ് ആയിരിക്കും. അപ്പോൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതിനു മുൻപ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു ഓൺലൈൻ സെഷൻ ആണ്. ഇപ്പോൾ ഓൺലൈൻ സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നേരിട്ട് നമ്മൾ കാണുന്നതല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ എനിക്കും മനസ്സിലാകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ഒരു 1 ഡേ ഒരു 1 വേ സെഷൻ അല്ലാതെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ചെറുതാണെങ്കിൽ ശരി, വലുതാണെങ്കിൽ കൂടി അത് അപ്പോൾ തന്നെ ചോദിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ചോദിക്കുമ്പോൾ ആ ഒരു അവസരത്തിൽ മാത്രം നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ മൈക്ക് ചോദ്യം ചോദിക്കാത്ത വേളയിൽ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ അത് സെഷനെ മൊത്തമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിക്വസ്റ്റ് ഞാൻ നേരത്തെ പറയുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, എല്ലാവരുടെയും കയ്യിൽ ഒരു പേപ്പറും പേനയും ഉണ്ടാവുമെന്ന് കരുതുന്നു. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് പുതിയതായിട്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഷോർട്ട് നോട്ടായിട്ട് സൂചിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയൊരു റിസർവേഷൻ നടത്തുകയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഠിച്ചതും കിട്ടിയ ജോലിയും എല്ലാം തന്നെ കേരളത്തിൽ പുറത്തായതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ഔദ്യോഗിക നാമങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം എങ്കിൽ കൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നൽകിക്കൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തന്നെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ജെം, അതായത് ബേസിക് കൺസെപ്റ്റ് ഇൻ ജെം. എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ യെസ് എന്ന് പറയുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ എൻ്റെ ഈ സെഷൻ തുടങ്ങുന്നത് തന്നെ എന്താണ് ജെം എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്താണ് ജെം? ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്, അല്ലെ? സ്ക്രീനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് മലയാളത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. അവസാനത്തെ വാക്കായ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് മാർക്കറ്റ് പ്ലേസ്? മാർക്കറ്റ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിപണന കേന്ദ്രം അല്ലെങ്കിൽ ഒരു ചന്ത എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് പ്ലേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വിപണനം നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കച്ചവടം നടക്കുമ്പോൾ പ്രധാനമായിട്ടും
ആയിട്ടുള്ള ഉപഭോക്താക്കൾ ആരായിരിക്കും? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പൊ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആയിരിക്കും പ്രധാനമായിട്ടുള്ള ഉപഭോക്താക്കൾ. അവർ ചെയ്യുന്ന ജോലിയോ? ബയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നു, സെല്ലേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വരുന്നു. അപ്പൊ പൊതുവായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇടയിൽ ഒരു ടേം ഉണ്ട്, ഇ എന്നതിനെ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ മോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു ഡിജിറ്റലി റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ വേർഡായ ഗവൺമെന്റ് അത് തന്നെയാണ് സാധാരണയായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമുകളെയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെയും ജെം എന്ന് പറയുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെയും വ്യത്യസ്തമാക്കുന്നത്. കാരണം 2016 ആണ്ട് മിനിസ്ട്രി ഓഫ് കമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി GFR എന്ന് പറയുന്ന ജനറൽ ഫിനാൻഷ്യൽ റൂൾ 149 ചട്ടം ഭേദഗതി ചെയ്യുന്നത് തന്നെ ഗവൺമെന്റ് ബയേഴ്സ് ആയിട്ടുള്ള എല്ലാ ബോഡീസ് അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വൺ സ്റ്റോപ്പ് ഓൺലൈൻ പ്രൊക്യൂർമെന്റ് പോർട്ടൽ ആരംഭിക്കാൻ എന്നുള്ളൊരു തീരുമാനമായിരുന്നു അന്ന് എടുത്തത്. അപ്പം ആദ്യത്തെ വേർഡ് ഗവൺമെന്റ് എന്ന് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെം എന്ന് പറയുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷേ ഗവൺമെന്റ് ബോഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗവൺമെന്റ് ബോഡീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പിന്നീട് കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ, ഓട്ടോണമസ് ബോഡീസ്, ഇവരെല്ലാവർക്കും തന്നെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ബോഡീസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർഗനൈസേഷനിലേക്ക് പ്രൊക്യൂർമെന്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വൺ സ്റ്റോപ്പ് ഓൺലൈൻ പ്രൊക്യൂർമെന്റ് പോർട്ടൽ ആണ് ജെം എന്ന് പറയുന്ന ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അത് നിലവിൽ വന്നത് 2016 ആണ്ടാണ്. ലോഞ്ച് റൂൾ ഭേദഗതി ചെയ്തിട്ടാണ് ജെം എന്ന് പറയുന്ന ഈ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത്. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റിൽ ഈ ഒരു ഭേദഗതി വന്നതോടുകൂടി, അല്ലെങ്കിൽ GFR ഈ ഒരു ഭേദഗതി വന്നതോടുകൂടി അങ്ങനെ 2018 ആണ്ട് കേരള സ്റ്റേറ്റിനും ഇതുപോലുള്ള ഒരു ഡയറക്ഷൻ വന്നു. കേരള സ്റ്റേറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് മാനുവൽ ജെമ്മിലൂടെ സാധനങ്ങൾ ഉതവുന്ന രീതിയിൽ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ഷൻ കൂടി വന്നു. അപ്പൊ നിങ്ങളുടെ കേരള സ്റ്റേറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് മാനുവൽ പരിശോധിക്കുകയാണെങ്കിൽ 2018 ആണ്ട് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് സെക്രട്ടറി ജെമ്മുമായിട്ടൊരു കരാർ ഒപ്പുവെച്ചത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതോടുകൂടി സ്റ്റേറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് മാനുവലിൽ ചാപ്റ്റർ നമ്പർ 19, എല്ലാവരും ശ്രദ്ധിക്കുക, ചാപ്റ്റർ നമ്പർ 19 ആഡ് ചെയ്യപ്പെടുകയും വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ നടത്തുകയുണ്ടായി. ഗുഡ്സ് ആൻഡ് സർവീസ് കേരള സ്റ്റേറ്റിന് അണ്ടറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പർച്ചേസുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസുകൾ ഉണ്ടെങ്കിൽ ജെമ്മിൽ അവൈലബിൾ
ജെമ്മിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ ഗുഡ്സ് ആൻഡ് പർച്ചേസ് എങ്കിൽ തീർച്ചയായിട്ടും ജെമ്മിൽ പോകണം എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. 25,000 മുകളിലുള്ള ഗുഡ്സ് ആൻഡ് പർച്ചേസ് നിർബന്ധമായിട്ടും ജെമ്മിൽ പോകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ 25,000 താഴെയുള്ള ഗുഡ്സ് ഓർ പർച്ചേസ് വേണമെങ്കിൽ പോയാൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 19 കേരള സ്റ്റേറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസിൽ ആഡ് ചെയ്യപ്പെട്ടതോടുകൂടി 25,000 താഴെയുള്ള പർച്ചേസുകൾക്ക് ഓപ്ഷണൽ ആയിട്ട് ജെമ്മിലൂടെ ഗുഡ്സ് ആൻഡ് പർച്ചേസ് നടത്താവുന്നതാണ്. പക്ഷേ 25,000 മുകളിലുള്ള ഗുഡ്സ് ഓർ സർവീസ് പ്രൊക്യൂർമെന്റ് തീർച്ചയായും ജെമ്മിലൂടെ തന്നെ വാങ്ങണം എന്നുള്ള നിർദ്ദേശമാണ് ചാപ്റ്റർ നമ്പർ 19 ആഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒരു സർക്കുലർ വന്നിട്ടുണ്ടാവും. കൂടുതലായിട്ട് ജെമ്മിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടലാണത്. എങ്കിൽ കൂടി പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി അത് എങ്ങനെയാണോ ഫോളോ ചെയ്യേണ്ടത് ആ രീതിയിൽ 100% ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഈ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഒരു പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയിൽ വേണ്ട ആവശ്യമായിട്ടുള്ള 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ പോയിന്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണവ? എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി, ഇൻക്ലൂസീവ്നെസ്. അപ്പൊ നമ്മളൊരു പ്രൊക്യൂർമെന്റ് നടത്തുമ്പോൾ ഇത് ജെമ്മിലൂടെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എങ്ങനെ നമ്മൾക്ക് കൈവരിക്കാം, എങ്ങനെയാണ് കൈവരിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടുള്ള കാര്യം എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? എന്താണ് എഫിഷ്യൻസി? ഉദ്ദേശിച്ച ഒരു കാര്യം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. അപ്പോൾ 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടവയാണ്. അതിൽ ആദ്യമായിട്ടുള്ള കാര്യം എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രവൃത്തി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഫലപ്രദമായിട്ട് നടത്തുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ജെമ്മിൽ അതെങ്ങനെ എഫിഷ്യൻസി നമുക്ക് കൈവരിക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ട്രഡീഷണൽ വേ ഓഫ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. മേ ബി ഒരു കൊട്ടേഷൻ വിളിക്കാനായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പൊതു പരസ്യം കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ പൊതു നോട്ടീസ് കൊടുത്തിട്ടായിരിക്കും സാധാരണ രീതിയിലൊരു പർച്ചേസ് നടത്തുക. ഇവിടെ ജെമ്മിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയർ ആയിട്ടുള്ള വ്യക്തികൾ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തികൾ, ബയർ അവരുടെ സാധനങ്ങൾ വാങ്ങാനുള്ള ഉത്തരവുമായിട്ട് വരുമ്പോൾ ഓൾറെഡി എന്താണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു ധാരണ ഓൾറെഡി ഉണ്ട്. അപ്പം ജെം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ഉടനെ തന്നെ സാധനങ്ങൾ തിരയുക, വേണ്ട സ്പെസിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ഉദ്ദേശിച്ച സാധനങ്ങൾ നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ തന്നെ ഓർഡറും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദ്ദേശിച്ച ഒരു പ്രൊക്യൂർമെന്റ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തി എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഗുഡ്സ് അഥവാ സർവീസസ് ഏതെങ്കിലും ഒരു സെല്ലർ രജിസ്റ്റർ ചെയ്തതിലൂടെ നമുക്ക് പ്രീ അപ്രൂവ്ഡ് അല്ലെങ്കിൽ പ്രീ അപ്ലോഡഡ് ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പം ആദ്യത്തെ പോയിന്റായ എഫിഷ്യൻസി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും.
രണ്ടാമത്തെ പോയിന്റായ ട്രാൻസ്പെറൻസി. എന്താണ് ട്രാൻസ്പെറൻസി? സുതാര്യത. സുതാര്യത എന്ന് പറയുമ്പോൾ പബ്ലിക് സർവൻസ് ആയ നിങ്ങൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളും ഒരു പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അത് ആ ഒരു പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പബ്ലിക്കിനോട് നിങ്ങൾക്ക് യു ആർ ലയബിൾ ടു ദ പബ്ലിക്, അല്ലെങ്കിൽ യു ആർ ലയബിൾ ടു ദ ഓഡിറ്റ്. ജെമ്മിൽ നടത്തുന്ന ഓരോ പർച്ചേസ് അത് ആദ്യം തൊട്ട് അവസാനം വരെ ആരെല്ലാമാണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ആരാണ് അപ്രൂവൽ തന്നിരിക്കുന്നത്, എന്ത് സാധന സ്പെസിഫിക്കേഷൻ, പിന്നീട് ടേംസ് ആൻഡ് കണ്ടീഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഓരോ പർച്ചേസിന്റെയും അവസാനത്തിൽ നിങ്ങൾക്കൊരു കോൺട്രാക്ട് ഓർഡർ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം വരുവാണെങ്കിൽ കൂടി ആരെല്ലാമാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി വളരെ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിലും ജെമ്മിലൂടെ നടത്തുന്ന പ്രൊക്യൂർമെന്റ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം ഇൻക്ലൂസീവ്നെസ്. ഇൻക്ലൂസീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിൽ പെടുന്ന പ്രത്യേകമായിട്ട് ഒരു വിഭാഗക്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പബ്ലിക് പ്രൊക്യൂർമെന്റിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് ഇൻക്ലൂസീവ്നെസ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സെല്ലർ ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ 24 മണിക്കൂറും 7 ദിവസം പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ പ്രൊഡക്റ്റുകൾ വന്ന് രജിസ്റ്റർ ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. നമ്മൾ ആർക്കും തന്നെ ഒരു ഒബ്ജക്ഷൻ കൊടുത്തിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും അവർക്ക് വന്ന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇൻക്ലൂസീവ്നെസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയിൽ എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതും ജെമ്മിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ജെമ്മിൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊക്യൂർമെന്റ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. എൻ്റെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ജെമ്മിൽ പ്രധാനമായിട്ടുള്ള ഉപഭോക്താക്കൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്നിരിക്കെ വേറെയും ചില എക്സ്റ്റേണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസീസ് ഏതൊരു അവസരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബയേഴ്സ് ആരാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ വിശദീകരിച്ചു. അത് സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഓട്ടോണമസ് ബോഡീസ്, കോഓപ്പറേറ്റീവ് ബോഡീസ് എന്നിരിക്കെ സെല്ലേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണ് ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പലതരത്തിലുള്ള സെല്ലർമാര് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു 5 ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫറെന്റ് ഐഡന്റിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആവശ്യങ്ങൾ പല ഘട്ടത്തിൽ ഗവൺമെന്റ് പോളിസി പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾക്ക്. അപ്പൊ ഗവൺമെന്റ് പോളിസി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ MSME സ്റ്റാർട്ടപ്പ് പോലുള്ള ഓർഗനൈസേഷൻ അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പോളിസി തന്നെ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവയെല്ലാം തന്നെ ഒരു എമേർജിങ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ട പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഈ പറഞ്ഞ സെല്ലർമാര് വന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പ്രിഫറൻസ് കൊടുക്കാൻ
അല്ല. അതുകൊണ്ട് തന്നെയാണ് പല തരത്തിലാണ് സെല്ലർമാർ ജെമ്മിൽ വന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് OEM എന്ന് പറയുന്ന സെല്ലർമാരാണ്. OEM എന്ന് പറയുന്നത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ അഥവാ മാനുഫാക്ചർ എന്ന് പറയാം. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നേരിട്ട് വന്ന് ജെമ്മിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് OEM എന്ന് പറയുന്ന സെല്ലർമാരിൽ നിന്ന് നേരിട്ട് സാധനം വാങ്ങിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് MSc എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരാണ്. MSc എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ME എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ജെമ്മിൽ ആനുകൂല്യം കൊടുക്കുന്നത് MSE എന്ന് പറയുന്നത് മീഡിയം ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. അപ്പോൾ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് ആണ് MSc എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ MSMEക്കാർക്ക് ആനുകൂല്യം കൊടുക്കണം. ഹലോ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അത് ഇടയ്ക്ക് ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം എന്തായാലും ഒരു ഓൺലൈൻ സെഷനിൽ ഉണ്ടാവും. കൂടുതലായിട്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ് സാർ, ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. MSc എന്താന്ന്? ഓക്കെ, MSc എന്ന് പറയുന്നത് അതിന് സൂചിപ്പിക്കുന്നത് മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് ആണ്. അപ്പൊ നിങ്ങൾ MSME എന്ന് പറയുന്ന വിഭാഗക്കാരെ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ്. പക്ഷെ ഇവിടെ മീഡിയം എന്ന് പറയുന്നത് വിഭാഗക്കാരെ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പൊ MSMEന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പോൾ ജെമ്മിൽ കൊടുക്കാൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്ന വിഭാഗക്കാർക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സെല്ലർമാര് അവരുടെ ഐഡന്റിറ്റി MSc ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് MSc എന്ന് പറയുന്ന വിഭാഗക്കാര് വന്ന് നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെയുള്ളതാണ് മൂന്നാമത്തെ വിഭാഗമായ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനം ഒരു ആശയമുണ്ട്, പക്ഷേ ഈ ആശയം ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് ഗവൺമെന്റ് കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടുള്ളതാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ സ്റ്റേറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് മാനുവലിൽ MSMEക്കാർക്ക് പർച്ചേസ് പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയുമ്പോഴും സ്റ്റാർട്ടപ്പുകാർക്ക് അങ്ങനെ പറയുന്നില്ല. അപ്പൊ തൽക്കാലം നിങ്ങളത് മനസ്സിലാക്കുക. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വിഭാഗക്കാരും ജെമ്മിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് പർച്ചേസ് പ്രിഫറൻസ് കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി നാലാമതായിട്ട് ഓതറൈസ്ഡ് റീസെല്ലർ. ഓതറൈസ്ഡ് റീസെല്ലർ എന്ന് പറയുമ്പോൾ OEM എന്ന് പറയുന്ന മാനുഫാക്ചറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സെല്ലർമാരായിരിക്കും. അപ്പോ ഈ ഓതറൈസ്ഡ് റീസെല്ലർമാർ അവർ സ്വന്തമായിട്ടൊരു ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല. പകരം OEMന്റെയും ഓതറൈസേഷൻ ലെറ്ററിലൂടെ അല്ലെങ്കിൽ ഓതറൈസേഷനിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഓതറൈസ്ഡ് റീസെല്ലർമാരായിരിക്കും നമ്മുടെ പർച്ചേസിന് ആവശ്യമായിട്ടുള്ള സെല്ലർമാര്. അപ്പൊ അങ്ങനെയും ഒരു വിഭാഗക്കാര് ജെമ്മിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓതറൈസ്ഡ് റീസെല്ലറിലൂടെയും ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ജെമ്മിൽ ലഭിക്കുന്നവ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന 2 ഐറ്റം മാത്രമാണ്. അപ്പൊ ഏതാണ് ലഭിക്കാത്തവ? വർക്ക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ കാറ്റഗറി. വർക്ക്സ് എന്ന് പറയുമ്പോൾ എനി വർക്ക് or any activity that is taking place on a civil asset, അതിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു റോഡ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ബിൽഡിംഗ് പണിയാനോ
ഇതിനെല്ലാം നമുക്ക് വർക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പെടുത്താം. അപ്പോൾ വർക്ക് എന്ന് പറയുന്ന പർച്ചേസ് ജെമ്മിൽ ലഭ്യമല്ല. പകരം ഗുഡ്സ് ആൻഡ് സർവീസ്, ചരക്കോ സേവനങ്ങളോ വേണമെങ്കിൽ ജെമ്മിൽ പ്രൊക്യൂർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 സെല്ലർമാര് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെല്ലർമാരാണെങ്കിൽ, 5ാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന സെല്ലർ വിഭാഗമാണ് സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ ഗുഡ്സ് തയ്യാറാക്കുന്നില്ല, പകരം അവർക്ക് ബന്ധപ്പെട്ട് അവരുടെ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സർവീസ് കാറ്റഗറിയിലാണ്. അപ്പോൾ സർവീസ് കാറ്റഗറിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ, മേ ബി നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ക്യാൻറ്റീൻ സർവീസ്, ക്യാൻറ്റീൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ടെൻഡർ വിളിക്കുകയോ, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഹയറിംഗ് സർവീസ്, ഒരു കാറ് പുതിയതായിട്ട് വാങ്ങാതെ കാറ് മാത്രമായിട്ട് വാടകയ്ക്ക് തരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ കാറ് ഡ്രൈവേഴ്സ്, ഇതെല്ലാം ഒരു സർവീസ് കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും ജെമ്മിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള പർച്ചേസുകളും സർവീസ് ആയിട്ടുള്ള പ്രൊക്യൂർമെന്റും നടത്താൻ സാധിക്കും എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് എക്സ്റ്റേണൽ ഗവൺമെന്റ് ഏജൻസികളുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ പോലുള്ള നടപടികൾ ഞാൻ നേരത്തെ പറഞ്ഞു, പബ്ലിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് പ്രൊക്യൂർ ചെയ്യാൻ സാധ്യമല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് ജെം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ വേരിഫിക്കേഷൻ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ വേരിഫിക്കേഷനും ഓർഗനൈസേഷൻ വേരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് എക്സ്റ്റേണൽ ഗവൺമെന്റ് ഏജൻസികളെയാണ്. അപ്പൊ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നടത്തുമ്പോൾ ആധാർ വേരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടം വരും. അപ്പൊ അവിടെ UIDA എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് തിരിച്ച് വരുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ GST വെരിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിലും GST പോർട്ടലിൽ പോയിട്ടാണ് അത് വെരിഫൈ ചെയ്ത് വരുന്നത്. പാൻ വെരിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ പാൻ ഡാറ്റാബേസിൽ പോയിട്ടാണ് വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മാനുവൽ ആയിട്ടുള്ള എൻട്രി നടത്താൻ സാധിക്കുന്നതല്ല, പകരം ഒരു എക്സ്റ്റേണൽ ഗവൺമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഗവൺമെന്റ് വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പറഞ്ഞ വെരിഫിക്കേഷൻ എല്ലാം നടത്തുന്നത്. ഇനി ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പെടുന്ന 4 തരത്തിലുള്ള ഏജൻസികളുണ്ട്. CAG, CVC, CGDA, RTI എന്നൊക്കെ പറയുന്ന കുറച്ച് ഏജൻസികളുണ്ട്. അപ്പോൾ ഈ കാണുന്ന എക്സ്റ്റേണൽ ഏജൻസീസുകളായിരിക്കും ഭാവിയിൽ ജെമ്മിന്റെ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നതും. അപ്പോൾ അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇപ്പൊ നിലവിൽ ജെമ്മിന്റെ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഓഡിറ്റ് നടത്തുകയും, അപ്പൊ അന്ന് ആ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ജെമ്മിലൂടെ നടത്തിയ പ്രൊക്യൂർമെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് സമർപ്പിക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സാധാരണ രീതിയിൽ CAG ഓഡിറ്റ് അങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ CAG ഓഡിറ്റിന് വിധേയമാണ് ഭാവിയിൽ ജെമ്മിന്റെ ഓരോ പർച്ചേസും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത് CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് ഓരോ പ്രൊക്യൂർമെന്റ് പോളിസിയിൽ CVC വിജിലൻസ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവ മനസ്സിലാക്കി നിങ്ങളുടെ പർച്ചേസിൽ അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത പക്ഷം CVCയുടെ ഗൈഡ് ലൈൻസ് ഡീവിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ വേണമെങ്കിൽ ഭാവിയിൽ ഉണ്ടാവാം എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ RTI, ഇപ്പോൾ ഒരു പബ്ലിക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ റേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ജെം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു സിസ്റ്റം
അല്ലെങ്കിൽ ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം വിധേയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞവയെല്ലാം തന്നെ സാധാരണ രീതിയിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ജെമ്മിന്റെ തരത്തിലുള്ള ഓഡിറ്റുകൾ വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ജെമ്മിൽ ഒരു ബയ്യർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ആരെല്ലാമാണ് ഒരു ബയ്യർ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, അവരുടെ ജോലികൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനു മുൻപ് ജെമ്മിൽ നടക്കുന്ന പ്രവൃത്തി എങ്ങനെയാണെന്നുള്ളത് ബ്രീഫായിട്ട് പറയാം. ജെം എന്ന് പറയുന്നത് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഒരു വെബ്സൈറ്റ് ഉണ്ട്, gem.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇത് സെല്ലർമാർക്കും ബയ്യർമാർക്കും പൊതുവായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ സെല്ലർമാര് ഇതേ പേജിൽ വന്ന് സൈനപ്പ് ചെയ്യുന്നു അഥവാ രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ കമ്പനിയെ പരിചയപ്പെടുത്തുന്നു, പ്രൊഡക്റ്റുകൾ വേണ്ട പരിശോധനയ്ക്ക് ശേഷം ലോഞ്ച് ചെയ്യുന്നു. ഇതാണ് സെല്ലർമാരുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ച് ചെയ്യുന്നതിലൂടെ അവരുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ലൈവ് ആകുന്നു. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇതേ പ്ലാറ്റ്ഫോമിൽ ബയ്യർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം സെല്ലർമാർ അവരുടെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കുകയും അത് സെർച്ച് ചെയ്യുകയും വേണ്ട സ്പെസിഫിക്കേഷൻ കൊടുക്കുകയും കാർട്ടിലേക്ക് ആഡ് ചെയ്യുകയും പിന്നെ വേണ്ട വാങ്ങാനുള്ള ഉത്തരവ് അപ്ലോഡ് ചെയ്യുകയും ഓർഡർ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തികളിൽ ബയ്യർമാർ ചെയ്യുന്ന ഈ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിൽ എങ്ങനെയാണ് ഒരു ബയ്യർ ഓർഗനൈസേഷൻ അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ നടത്തേണ്ടത് എന്നുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ പ്രൈമറി ബയ്യർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൈമറി യൂസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാം. അതിന് ചുറ്റുമായിട്ടും വേറെയും കുറച്ച് വ്യക്തികളെ കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ബയ്യർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവിടെ 2 തരത്തിലുള്ള ബയ്യർമാരാണ് രജിസ്റ്റർ ചെയ്യുക. ആദ്യത്തെ ബയ്യർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബയ്യറുടെ പേര് എന്ന് പറയുന്നത് പ്രൈമറി ബയ്യർ അല്ലെങ്കിൽ പ്രൈമറി യൂസർ. രണ്ടാമത്തെ ബയ്യറുടെ പേരാണ് സെക്കൻഡറി യൂസർ അല്ലെങ്കിൽ സെക്കൻഡറി ബയ്യർ. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഓർഗനൈസേഷനിൽ ജെമ്മിൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അവിടെ 2 തരത്തിലുള്ള ബയ്യർമാരാണ് ഉണ്ടാവുക. ആദ്യത്തെ ബയ്യറുടെ പേര് പ്രൈമറി ബയ്യർ അല്ലെങ്കിൽ പ്രൈമറി യൂസർ. രണ്ടാമത്തെ ബയ്യറുടെ പേര് സെക്കൻഡറി ബയ്യർ അല്ലെങ്കിൽ സെക്കൻഡറി യൂസർ. ഇനി ആരാണ് പ്രൈമറി യൂസർ? ജെമ്മിൽ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ജെമ്മിൽ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ പ്രൈമറി യൂസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി ബയ്യർ അല്ലെങ്കിൽ സെക്കൻഡറി യൂസർ എന്ന് പറയുന്ന ബയ്യർക്ക് നേരിട്ട് വന്ന് ജെമ്മിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ പ്രൈമറി യൂസർ അല്ലെങ്കിൽ പ്രൈമറി ബയ്യർ എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കും ജെമ്മിൽ വന്നിട്ട് നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി. അപ്പൊ ആരായിരിക്കണം പ്രൈമറി യൂസർ അല്ലെങ്കിൽ പ്രൈമറി ബയ്യർ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം മീറ്റ് ചെയ്താൽ മതിയാവും ഒരു പ്രൈമറി ബയ്യറെ അല്ലെങ്കിൽ പ്രൈമറി യൂസറെ തീരുമാനിക്കാൻ. ആദ്യത്തെ പോയിന്റ് അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിന്റെ തലവനായിരുന്നാൽ മതി.
a person who is an head of an organization or who is a unit head may be considered to be decided as a primary user എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അല്ലെങ്കിൽ രണ്ടാമതായിട്ട് a person who can give administrative sanction or financial sanction may be considered to be designated as a primary user. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനോ ഫിനാൻഷ്യൽ സാങ്ഷനോ കൊടുക്കാൻ തക്കതായിട്ടുള്ള പവർ ഉള്ള ഒരു വ്യക്തിയെയും നമുക്ക് പ്രൈമറി യൂസർ ആയിട്ട് തീരുമാനിക്കാം. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമതായിട്ട് a person who holds a designation in the rank of a deputy secretary. ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തിയെയും നമുക്ക് പ്രൈമറി യൂസറായിട്ട് തീരുമാനിക്കാം. അപ്പൊ ഇതിൽ മൂന്നെണ്ണം ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ അവരെ നമുക്ക് പ്രൈമറി യൂസറായിട്ട് തീരുമാനിക്കാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെ പ്രൈമറി യൂസർ പ്രൈമറി ബയർ ആരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലിയെ കുറിച്ചാണ് പറയേണ്ടത്. 4 തരത്തിലുള്ള അല്ലെങ്കിൽ 4 ജോലികളാണ് ഒരു പ്രൈമറി യൂസർ ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമ്മിൽ നേരിട്ട് വന്ന് തന്നെയും തൻ്റെ സ്ഥാപനത്തെയും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രൈമറി യൂസർ അല്ലെങ്കിൽ പ്രൈമറി ബയറുടെ ആദ്യത്തെ കാര്യം. അങ്ങനെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രൈമറി യൂസർക്ക് യൂസർ ID പാസ്വേഡ് ലഭിക്കുന്നതാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ബാക്കിയുള്ള 3 കാര്യങ്ങൾ ചെയ്യാൻ പ്രൈമറി യൂസർ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം ജെമ്മിൽ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യുന്നു, തന്നെയും തൻ്റെ സ്ഥാപനത്തെയും രജിസ്റ്റർ ചെയ്യുന്നു, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു യൂസർ ID പാസ്വേഡ് ലഭിക്കുന്നു. ഇത് ലഭിച്ച ഉടനെ തന്നെ പ്രൈമറി യൂസർ തൻ്റെ രണ്ടാമത്തെ ജോലി ചെയ്യാണ്. അതെന്താണ്? തൻ്റെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് സെക്കൻഡറി യൂസർ അല്ലെങ്കിൽ സെക്കൻഡറി ബയറെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. പ്രൈമറി യൂസറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും സെക്കൻഡറി യൂസർ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പ്രൈമറി യൂസറുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ തൻ്റെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് എന്തെല്ലാമാണ് പ്രവർത്തനം എന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ തൽക്കാലം മനസ്സിലാക്കുക, തൻ്റെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. തൻ്റെ അക്കൗണ്ടിൽ നിന്ന് സെക്കൻഡറി യൂസറുകളെ അല്ലെങ്കിൽ സെക്കൻഡറി ബയറുകളെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ പറഞ്ഞ സെക്കൻഡറി യൂസറുകൾ എല്ലാ കാലത്തും ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കണം എന്നില്ല. പലവരും ട്രാൻസ്ഫർ ആയി പോകും, പലരും റിസൈൻ ചെയ്ത് പോകും, അല്ലേ? അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പുതിയതായിട്ടുള്ളൊരു വ്യക്തികൾ വരുമ്പോൾ അവരെ നിയമിക്കുക, അവരെ തൻ്റെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് നിയമിക്കുക. പക്ഷേ അത് അവരെ നിയമിക്കുന്നതിന് മുൻപായിട്ട് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്ന സെക്കൻഡറി യൂസർ, അതായത് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന വ്യക്തിയെ ഡീആക്ടിവേറ്റ് ചെയ്തും കൂടി കൊടുക്കണം. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും? മൂന്നാമത്തെ ജോലി എന്ത് തന്നെയാണ്? ഡീആക്ടിവേറ്റ് ദ എക്സിസ്റ്റിംഗ് സെക്കൻഡറി യൂസർ ആൻഡ് ആക്ടിവേറ്റിംഗ് ന്യൂ സെക്കൻഡറി യൂസർ.
അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, മോണിറ്ററിംഗ് ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ്. മോണിറ്ററിംഗ് ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് ദ പേഴ്സൺ ഹു മോണിറ്റേഴ്സ് ഓൾ ഓർഡേഴ്സ് പ്ലേസ്ഡ് അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പ്രൈമറി യൂസർ പ്രധാനമായിട്ടുള്ള വാങ്ങൽ എന്ന് പറയുന്ന നടപടികളോ അല്ലെങ്കിൽ വാങ്ങിയ സാധനം സ്വീകരിക്കാനുള്ള നടപടികളോ അല്ലെങ്കിൽ പേയ്മെന്റ് നടത്താനുള്ള നടപടികളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ള അതിനുശേഷം പേയ്മെന്റ് നടത്തുക എന്നുള്ള നടപടിയും ചെയ്യുന്നത് തന്റെ കീഴിൽ പ്രൈമറി യൂസർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സെക്കൻഡറി യൂസറുകൾ ആയിരിക്കും. ആരാണ് സെക്കൻഡറി യൂസർ? ഓരോ പ്രവൃത്തിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സെക്കൻഡറി യൂസറുകൾ ആരായിരിക്കും, അവരുടെ പേരെന്താണ്, അവർ ചെയ്യേണ്ട ജോലി എന്തെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എൻ്റെ ഈ സ്ക്രീനിൽ ഈ മിഡിൽ പോർഷനിൽ കാണുന്ന വ്യക്തിയാണ് പ്രൈമറി യൂസർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ആ പ്രൈമറി യൂസറിന് ചുറ്റുമായിട്ടുള്ള വ്യക്തികളാണ് സെക്കൻഡറി യൂസർ. അപ്പോൾ സെക്കൻഡറി യൂസർ 6 എണ്ണമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഇൻറ്റൻഡർ, ബയ്യർ, ടെക്നിക്കൽ ഇവാലുവേറ്റർ, കൺസൈനി, DDO, PAO എന്ന് 6 സെക്കൻഡറി യൂസറുകളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, സെക്കൻഡറി യൂസറുകൾ ചെയ്യുന്ന 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് വാങ്ങൽ എന്ന് പറയുന്ന നടപടി, രണ്ടാമത് വാങ്ങിയ സാധനം സ്വീകരിക്കുക എന്നുള്ള നടപടിയും, അതിനുശേഷം പേയ്മെന്റ് നടത്തുക. അപ്പൊ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 വ്യക്തികളെയാണ് നമ്മൾ നിയോഗിക്കേണ്ടത്, സെക്കൻഡറി യൂസറുകളായിട്ട് നിയമിക്കേണ്ടത്. പക്ഷേ സ്ക്രീനിൽ നിങ്ങൾക്ക് 6 വ്യക്തികളെ കാണാം, അല്ലെങ്കിൽ 6 സെക്കൻഡറി യൂസറുകൾ കാണാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റൻഡർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇവാലുവേറ്റർ എന്ന് പറയുന്ന സെക്കൻഡറി യൂസറുകളെ നിർബന്ധമായിട്ടും നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രൈമറി യൂസർ നിയമിക്കേണ്ടതായിട്ടില്ല. ഈ ഇൻറ്റൻഡർ എന്ന് പറയുന്ന സെക്കൻഡറി യൂസർ ആയാലും ടെക്നിക്കൽ ഇവാലുവേറ്റർ എന്ന് പറയുന്ന സെക്കൻഡറി യൂസർ ആയാലും ഓപ്ഷണൽ ആണ്. അത് പലപ്പോഴും ബയ്യർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നിയമിക്കുന്നത്. ഒരു ലാർജ് പർച്ചേസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫൻസ് അല്ലെങ്കിൽ റെയിൽവേസ് പോലുള്ള ഓർഗനൈസേഷൻ ഒരുപാട് പർച്ചേസുകൾ നടത്തുമ്പോൾ അവിടെ ബയ്യർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ബയ്യർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർന്മാരും ടെക്നിക്കൽ ഇവാലുവേറ്റർ എന്ന് പറയുന്ന വ്യക്തികളെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്റൻഡർ എന്ന് പറയുന്ന വ്യക്തിയും ടെക്നിക്കൽ ഇവാലുവേറ്റർ എന്ന് പറയുന്ന വ്യക്തിയും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ആദ്യത്തെ 3 കാര്യങ്ങളിൽ ആദ്യത്തെ നടപടിയായ വാങ്ങൽ, ഒരു സാധനം വാങ്ങൽ എന്നുള്ള നടപടി ചെയ്യുന്നത് എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന ബയ്യർ എന്ന് പറയുന്ന സെക്കൻഡറി യൂസറാണ്. ബയ്യർ എന്ന് പറയുന്ന സെക്കൻഡറി യൂസറാണ്. അപ്പോൾ പ്രൈമറി യൂസർ ഒരു സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സെക്കൻഡറി യൂസറുടെ പേരായിരിക്കും ബയ്യർ. ബയ്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് 2 ജോലികളാണുള്ളത്. 2 ജോലിയിൽ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് സാധനം വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഹി ഈസ് എ പേഴ്സൺ ഹു പർച്ചേസസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. അപ്പൊ നമ്മൾ സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്?
ഇപ്പൊ ബയ്യർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു സെക്കൻഡറി യൂസറായിട്ട് തീരുമാനിക്കുമ്പോൾ അവിടെ ബയ്യർക്കും ഒരു യൂസർ ഐ ഡി പാസ്വേഡ് ലഭിക്കുന്നതാണ്. അങ്ങനെ തനിക്ക് ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ജെമ്മിന്റെ വെബ്സൈറ്റിലേക്ക് വരികയും ലോഗിൻ ചെയ്യുകയും സാധനം വാങ്ങുക അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ആദ്യത്തെ പോയിന്റ് സാധനം വാങ്ങൽ എന്നുള്ളൊരു നടപടിയിൽ ഉദ്ദേശിക്കുന്നത് ബയ്യർ തന്റെ തന്റെ ലോഗിൻ പേജിലേക്ക് വരികയും സാധനങ്ങൾ സെർച്ച് ചെയ്യുകയും വേണ്ട സ്പെസിഫിക്കേഷൻ കൊടുക്കുകയും കാർട്ടിലേക്ക് ആഡ് ചെയ്യുകയും കാർട്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റ് തനിക്ക് ലഭിച്ച ഉത്തരവ് പ്രകാരമാണോ എന്നുള്ളത് പരിശോധിക്കാൻ വാങ്ങാനുള്ള ഉത്തരവ് അപ്ലോഡ് ചെയ്യുകയും അതിനുശേഷമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് വാങ്ങൽ എന്ന് പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും, വാങ്ങാനുള്ള ഉത്തരവ് സമർപ്പിക്കേണ്ടത് ബയ്യറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടിക്ക് വാങ്ങാനുള്ള ഉത്തരവിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതും ബയ്യർ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളുണ്ട് ബയ്യർ ചെയ്യേണ്ടത്. ആദ്യത്തെ കാര്യം വിശദീകരിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജെമ്മിലൂടെ തന്നെ ബയ്യർ തന്റെ ലോഗിൻ പേജിലേക്ക് പ്രവേശിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് പേയ്മെന്റ് നടത്തുന്നതിന് മുൻപായിട്ട് തന്റെ പേജിലേക്ക് വന്നിട്ട് ഒരു ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വാങ്ങിയ സാധനങ്ങൾ വന്നതിന് ശേഷം പേയ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ഒരു ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഡ്രാഫ്റ്റ് ബില്ല് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കുന്നതാണ് ഈ ഡ്രാഫ്റ്റ് ബില്ല് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ഉള്ള ഒരു സങ്കീർണമായിട്ടുള്ള നടപടികളൊന്നുമല്ല. ജെമ്മിലൂടെ നടത്തുന്ന ഒരു പേയ്മെന്റ് നടത്തുന്നതിന് മുൻപ് ബയ്യറുടെ ഒരു കൺഫർമേഷൻ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബില്ല് കൺഫേം ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ പേയ്മെന്റ് അതോറിറ്റിക്ക് കൈമാറുന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ബയ്യറാണ്. സാധനങ്ങൾ വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. ബില്ല് PAO അല്ലെങ്കിൽ പേയ്മെന്റ് അതോറിറ്റിക്ക് കൈമാറുന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു നടപടിയാണ്. അത് ചെയ്യുന്നത് ബയ്യറാണ്. എങ്ങനെയാണ് ഈ ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ് ചെയ്യുക എന്നുള്ള കാര്യം പിന്നീട് പറയാം. തൽക്കാലം നോട്ട് ചെയ്യുക, ബയ്യറുടെ രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ് ചെയ്യുക. തന്റെ പേജിൽ വന്ന് ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ് ചെയ്യുക. ഈ ഡ്രാഫ്റ്റ് ബില്ലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻ ഉണ്ടോ എന്ന് സൂചിപ്പിക്കുക. അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഡ്രാഫ്റ്റ് ബില്ല് പോകുന്നത് പേയ്മെന്റ് അതോറിറ്റിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ജോലി വ്യക്തമായി സൂചിപ്പിച്ചു എന്നിരിക്കെ രണ്ടാമത്തെ നടപടിയായ ജെമ്മിൽ ചെയ്യേണ്ട പ്രൊക്യൂർമെന്റ് നടത്തുമ്പോൾ ചെയ്യേണ്ട രണ്ടാമത്തെ ആക്ടിവിറ്റി ആയ സാധനങ്ങൾ വാങ്ങൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത സാധനം സ്വീകരിക്കുക, അതാണ് രണ്ടാമത്തെ നടപടി എന്ന് പറയുന്നത്. ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കൺസൈനി എന്ന് പറയുന്ന സെക്കൻഡറി യൂസർ ആയിരിക്കും. അപ്പോൾ രണ്ടാമതായിട്ട് ഒരു പ്രൈമറി യൂസർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ട സെക്കൻഡറി യൂസർ എന്ന് പറയുന്നത് കൺസൈനി തന്നെയായിരിക്കും. അപ്പൊ കൺസൈനിക്കുമുണ്ട് 2 ജോലി. ആദ്യത്തെ ജോലി എന്ന് പറയുമ്പോൾ ബയ്യർ തന്റെ ഉത്തരവാദിത്തത്തിൽ സാധനങ്ങൾ വാങ്ങി, ഈ സാധനം നിശ്ചിത കാലയളവിന് ശേഷം സാധനം എത്തി. അപ്പൊ ഈ സ്വീകരിക്കുന്ന വ്യക്തി കൺസൈനി ആയിരിക്കും. അപ്പോൾ ഇത് വെറുതെ സ്വീകരിച്ചാൽ പോരാ, സ്വീകരിക്കേണ്ടത് താൽക്കാലികമായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ നടത്തുകയും അതിനുശേഷം ഈ വന്ന സാധനം അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ്, ഹി ഈസ് ദ പേഴ്സൺ ഹു റിസീവ് ആൻ ഐറ്റം എന്ന് പറയുമ്പോഴും അവിടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കരുതേണ്ടത് he is a person who receive an item but does an interim inspection ചെയ്യണം, അല്ലെങ്കിൽ ഇന്ററിം ഇൻസ്പെക്ഷനും കൂടി നടത്തുന്നുണ്ട്. അതിനുശേഷം സാധനം അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതും കൂടി ആണ് ഈ സാധനം റിസീവ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ആദ്യത്തെ പോയിന്റ് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞ കാര്യം എന്നിരിക്കെ രണ്ടാമത്തേതായിട്ട് കൺസൈനി ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന നടപടികളെല്ലാം ആദ്യത്തെ പോയിന്റിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി ഇല്ല സർ. തന്നെയാവണം. ക്ലിയർ ആവുന്നില്ല. ഹലോ, എവിടെ വെച്ചിട്ടാണ് ഞാൻ കൺസൈനിയുടെ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ചെയ്യുന്ന നടപടികൾ എന്താന്നുള്ളത് മനസ്സിലായില്ലേ? അത് എന്തായിരിക്കും? ഒരു സാധനം റിസീവ് ചെയ്യുക, അതിനുശേഷം താൽക്കാലികമായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്തുക, അതിനുശേഷം തീരുമാനിക്കും ഈ സാധനം അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. ഇതുവരെയ്ക്ക് മനസ്സിലായില്ലേ? ഹലോ, ഇതുവരെയ്ക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യം ഈ പറഞ്ഞ പ്രവൃത്തികൾ എല്ലാം തന്നെ ഒരു റിപ്പോർട്ടാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. കൺസൈനിയുടെ പേജിൽ പോയിട്ട് മേൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പേരാണ് CRAC എന്ന് പറയുന്ന റിപ്പോർട്ട്, കൺസൈനി റെസിപ്റ്റ് ആൻഡ് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ്. CRAC എന്ന് ചുരുക്കി നമ്മൾ പറയും. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം. അപ്പോ കൺസൈനിയുടെ പേജിൽ പോയി സാധനങ്ങൾ വായിക്കുകയും ഇൻസ്പെക്ട് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തൻ്റെ പേജിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിലൂടെയാണ്. ആ റിപ്പോർട്ടിന്റെ പേര് CRAC എന്ന് പറയുന്ന കൺസൈനി റെസിപ്റ്റ് ആൻഡ് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റിലൂടെയാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് കൺസൈനി സൂചിപ്പിക്കും ഇത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു, ഇത്ര ക്വാണ്ടിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു, ഇത്ര ക്വാണ്ടിറ്റി റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാം വ്യക്തമായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ ജനറേറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാവുന്നതാണ്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് കൺസൈനി ഒരു സാധനം ഡെലിവർ ആയിട്ട് 14 ദിവസത്തിനുള്ളിൽ തൻ്റെ പേജിൽ പോയി, തൻ്റെ ലോഗിനിൽ പോയി 14 ദിവസത്തിനുള്ളിൽ മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ 15ാമത്തെ ദിവസം സിസ്റ്റം ഓട്ടോമാറ്റിക് CRAC ജനറേറ്റ് ചെയ്യുന്നതാണ്. സിസ്റ്റം ജനറേറ്റഡ് CRAC റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സിസ്റ്റം എന്താണ് മനസ്സിലാക്കുക? വന്ന സാധനം എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും സിസ്റ്റം ജനറേറ്റ് ചെയ്യുക. അപ്പൊ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന CRAC റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 10 ഡെസ്ക്ടോപ്പ് ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കുക. 10 എണ്ണം റിസീവ് ചെയ്തു, 10 എണ്ണം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും 15ാമത്തെ ദിവസം സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ CRAC റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. സാധാരണ രീതിയിൽ 14 ദിവസത്തിനുള്ളിൽ കൺസൈനി മാനുവലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത്. അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ കൺസൈനി യഥാർത്ഥത്തിൽ എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു അക്സെപ്റ്റ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു റിജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൊടുക്കാനുള്ളൊരു അവസരം 14 ദിവസത്തിന് ഉണ്ടായിരുന്നു. 15ാമത്തെ ദിവസം 14 ദിവസം വരെ സിസ്റ്റം വെയിറ്റ് ചെയ്ത് ഒന്നും ചെയ്യാത്ത പക്ഷത്ത് 15ാമത്തെ ദിവസം കൺസൈനി ഒന്നും ചെയ്യാത്ത പക്ഷത്ത് 15ാമത്തെ ദിവസം സിസ്റ്റം ഇത് ജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് CRAC ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ CRAC റിപ്പോർട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും
ബയ്യർ തന്റെ ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ് ചെയ്യുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞു ബയ്യറുടെ രണ്ടാമത്തെ ജോലി ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അവിടെയാണ് വേണ്ട ഡിഡക്ഷനുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയ്യർ നോക്കുന്നത് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൺസൈനി ജനറേറ്റ് ചെയ്യുന്ന ഈ CRIC റിപ്പോർട്ട്. അപ്പോ CRIC റിപ്പോർട്ട് ബയ്യർ പരിശോധിക്കുമ്പോൾ അവിടെ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള CRIC റിപ്പോർട്ട് ആണെങ്കിൽ എല്ലാത്തിനെയും അല്ലെങ്കിൽ എല്ലാ ഓർഡർ ചെയ്ത എല്ലാ ക്വാണ്ടിറ്റികൾക്കും പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10 ഡെസ്ക്ടോപ്പ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. കൺസൈനി മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 10 റിസീവ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് റിപ്പോർട്ട് കൺസൈനി റിപ്പോർട്ട് എഴുതുകയാണ്. റിസീവ്ഡ് ക്വാണ്ടിറ്റി 10. ഇനി ഒരു പരിശോധിക്കുകയാണ്, 14 ദിവസത്തിനുള്ളിൽ മാനുവലി കൺസൈനി പരിശോധിക്കുകയാണ്. അതിൽ 8 നല്ല ഗുഡ് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് കൺസൈനി. അപ്പോൾ റിസീവ്ഡ് ക്വാണ്ടിറ്റി അല്ലെ അക്സെപ്റ്റഡ് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? അക്സെപ്റ്റഡ് ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 8 ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള 2 കൺസൈനിക്ക് മനസ്സിലാവുകയാണ് 2 ഡാമേജ് ആണെന്നുള്ളത്. അപ്പോൾ റിജക്റ്റഡ് ക്വാണ്ടിറ്റി 2 എന്നുള്ള നിലയ്ക്കായിരിക്കും 14 ദിവസത്തിനുള്ളിൽ കൺസൈനി CRIC റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ റിസീവ്ഡ് ക്വാണ്ടിറ്റി 10, അക്സെപ്റ്റഡ് ക്വാണ്ടിറ്റി 8, റിജക്റ്റഡ് ക്വാണ്ടിറ്റി 2 എന്നുള്ള രീതിയിലായിരിക്കും സാധാരണ രീതിയിൽ 14 ദിവസത്തിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ കൺസൈനി ചെയ്യുക. പക്ഷേ 14 ദിവസത്തിനുള്ളിൽ ചെയ്യാത്ത സ്ഥിതിക്ക് 15ാമത്തെ ദിവസം 10 ക്വാണ്ടിറ്റി റിസീവ് ചെയ്യുന്നു, 10 ക്വാണ്ടിറ്റി അക്സെപ്റ്റും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ CRIC റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന പക്ഷത്ത് അത് നേരെ ബയ്യറിലേക്ക് പോവുകയും ബയ്യർക്ക് CRIC റിപ്പോർട്ടിൽ എന്താണോ ഉള്ളത് ആ തരത്തിലായിരിക്കണം ബില്ല് പ്രോസസ്സ് ചെയ്യേണ്ടതും. ഈ ബില്ല് ബയ്യർ പ്രോസസ്സ് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ്സ് ചെയ്തിട്ട് നേരെ പോകുന്നത് പേയ്മെന്റ് അതോറിറ്റിക്കാണ്. അപ്പോൾ നേരത്തെ മാനുവലായിട്ട് ചെയ്തിരുന്നെങ്കിൽ 2 കമ്പ്യൂട്ടറുടെ ഡിഡക്ഷൻ വരുത്തിയിട്ട് ബയ്യർക്ക് ഡ്രാഫ്റ്റ് ബില്ല് പ്രോസസ്സ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ 14 ദിവസത്തിനുള്ളിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ 15ാമത്തെ ദിവസം സിസ്റ്റം മൊത്ത ക്വാണ്ടിറ്റി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള നിലയ്ക്ക് ബയ്യർക്ക് ഇപ്പോൾ ഒരു ഡിഡക്ഷനും ചെയ്യാനുള്ള നിർവാഹം ഇല്ല. കാരണം CRIC റിപ്പോർട്ട് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള CRIC റിപ്പോർട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഒരു 2 ആഴ്ചക്ക് മുൻപ് ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. നേരത്തെ 15ാമത്തെ ദിവസം സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന CRIC റിപ്പോർട്ട് ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. 15ാമത്തെ ദിവസവും 16ാമത്തെ ദിവസവും 17ാമത്തെ ദിവസവും വേണമെങ്കിൽ കൺസൈനിക്ക് വേണമെങ്കിൽ സിസ്റ്റം ജനറേറ്റഡ് CRIC എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു 3 ദിവസം കൂടി സിസ്റ്റം ജനറേറ്റഡ് CRIC എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടി തരികയാണ് നിങ്ങൾക്ക്. അങ്ങനെ 3 ദിവസവും ചെയ്തില്ല എങ്കിൽ 18ാമത്തെ ദിവസം കൺഫേം ആയിട്ട് അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള ഒരു CRIC റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് തന്നെയായിരിക്കും അത് ബയ്യർക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോക്യുമെന്റും. ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ CRIC റിപ്പോർട്ടിൽ അക്സെപ്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിക്ക് തത്തുല്യമായ പേയ്മെന്റ് കൊടുക്കാൻ നിർബന്ധിതരായിട്ട് മാറും ബയ്യർ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞവയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ കൺസൈനിയുടെ 2 ജോലി വ്യക്തമാണല്ലേ. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ആണ് പേയ്മെന്റ് നടത്തുക എന്നുള്ളത്. ആ പേയ്മെന്റ് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി, അവരെ വിളിക്കുന്ന പേരാണ് പേയ്മെന്റ് അതോറിറ്റി. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് 2 പേരുകൾ കാണാം. ഒന്ന് DDOയും മറ്റൊന്ന് PAOയും. ഈ 2 വ്യക്തികളും പേയ്മെന്റ് അതോറിറ്റിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരൊറ്റ പേയ്മെന്റ് അല്ലെങ്കിൽ ഒറ്റ പേയ്മെന്റ് അതോറിറ്റിയാണ് നമുക്ക് ആവശ്യം.
അപ്പൊ ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആരാണ് ആവശ്യം എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രൈമറി യൂസർ ആണ്. അത് തീരുമാനിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ നടത്തുന്ന പേയ്മെന്റ് ഏത് അടിസ്ഥാനത്തിൽ എന്നുള്ളത് നോക്കിയിട്ടാണ് DDOയെ വേണോ PAOയെ വേണോ പേയ്മെന്റ് അതോറിറ്റി ആയിട്ട് തീരുമാനിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഓർഗനൈസേഷൻ PFMS മുഖേനയാണ് പേയ്മെന്റ് നടത്തുന്നു എങ്കിൽ അവിടെ പ്രൈമറി യൂസർ തീരുമാനിക്കുന്ന പേയ്മെന്റ് അതോറിറ്റിയുടെ പേര് DDO, ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ആയിരിക്കും അവരുടെ പേര്. പക്ഷേ നിങ്ങളുടെ ഓർഗനൈസേഷൻ നടത്തുന്ന പേയ്മെന്റ് PFMS ഇതര പേയ്മെന്റ് ആണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ട്രഷറി വഴിയോ അല്ലെങ്കിൽ NEFTയോ ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള അതർ മോഡ് ഓഫ് പേയ്മെന്റ് എങ്കിൽ അവിടെ നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് തീരുമാനിക്കുന്ന പേയ്മെന്റ് അതോറിറ്റിയുടെ പേര് PAO എന്ന് പറയുന്ന പേയ്മെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഓർഗനൈസേഷൻ PFMS അല്ല എന്ന് കരുതാണ്. അപ്പൊ നിങ്ങൾ നിയോഗിക്കേണ്ട പേയ്മെന്റ് അതോറിറ്റിയുടെ പേര് PAO തന്നെ ആയിരിക്കണം. PAO എന്ന് പറയുന്ന വ്യക്തിക്കുമുണ്ട് 2 ജോലി. ആദ്യത്തെ ജോലി എന്തായിരിക്കും? പേയ്മെന്റ് നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഈസ് ദ പേഴ്സൺ who does the payment. പേയ്മെന്റ് നടത്തുക എന്ന് പറയുമ്പോഴും ഇവിടെ നേരിട്ട് പേയ്മെന്റ് നടത്തണമെന്നില്ല. പേയ്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ നേരിട്ട് പേയ്മെന്റ് നടത്തുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? ബയ്യറിൽ നിന്ന് ലഭിക്കുന്ന ഡ്രാഫ്റ്റ് ബില്ല് പരിശോധിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ, അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. PAO എന്ന് പറയുന്ന വ്യക്തി ഈസ് ദ പേഴ്സൺ who verifies the draft bill received from buyer and do the necessary needful for payment. ഞാനിവിടെ പ്രധാനമായിട്ടും ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് he needs to verify the draft bill received from buyer and do necessary requirement for payment എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ നേരിട്ട് ഇവിടെ പേയ്മെന്റ് നടത്തണമെന്ന് പറയുന്നേ ഇല്ല. അതിന്റെ കാരണം ഞാൻ പിന്നീട് വ്യക്തമാക്കാം. അപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കുക. He needs to verify the draft bill received from buyer and do the necessary requirement for doing the payment. ഇനി രണ്ടാമത്തെ കാര്യം, പേയ്മെന്റുകളെല്ലാം നടത്തി ചിലർക്ക് പേയ്മെന്റ് കിട്ടി. പക്ഷേ ഇവിടെ ജെമ്മിന് നിങ്ങൾ അതർ മോഡ് ഓഫ്ലൈൻ പേയ്മെന്റ് ആണ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണല്ലോ. അങ്ങനെയെങ്കിൽ ജെമ്മിന് നിങ്ങൾ നടത്തിയ പേയ്മെന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വന്ന് അപ്ഡേറ്റ് ചെയ്തതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ മൊത്തം പർച്ചേസ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് അത് തന്നെയാണ്. ഓഫ്ലൈൻ ആയിട്ട് ഒരു പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ ആ പേയ്മെന്റ് ഡീറ്റെയിൽസ് പേയ്മെന്റ് അതോറിറ്റിയായ PAO എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ലോഗിൻ പേജിൽ നിന്ന് പേയ്മെന്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ജോലി. ഞാൻ ഈ പറഞ്ഞ 3 പ്രവൃത്തികൾക്ക് 3 വ്യക്തികളെ സെക്കൻഡറി യൂസറായിട്ട് നമ്മൾ തീരുമാനിച്ചു എങ്കിലും ചില ഓഫീസുകളിൽ 2 വ്യക്തികളെ മാത്രം അല്ലെങ്കിൽ വ്യക്തികൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഒരു ഓഫീസിൽ 2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ 3 പ്രവൃത്തികൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 3 പ്രവൃത്തികൾ ചെയ്യാൻ 3 ആൾക്കാരെ വേണം എന്ന് പറയുമ്പോഴും ചില ഓഫീസുകളിൽ ഈ 3 പ്രവൃത്തികൾ ചെയ്യാൻ 3 ആൾക്കാർ ലഭ്യമല്ലാത്തൊരു അവസരത്തിൽ 2 വ്യക്തികളെ ഉള്ളൂ എങ്കിൽ വേണമെങ്കിൽ ബയ്യർ ആൻഡ് കൺസൈനി എന്ന് പറയുന്ന സെക്കൻഡറി ആൾക്കാരെ ഒരാളാക്കാം. ബയ്യർ
ഒരാൾക്ക് വേണമെങ്കിൽ ബയ്യർ ആൻഡ് കൺസൈനി എന്ന് പറയുന്ന 2 റോളുകൾ ഒരാൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അങ്ങനെയുള്ള പക്ഷത്ത് തങ്ങളുടെ ലോഗിൻ പേജിൽ ബയ്യർ ഡാഷ്ബോർഡും ഉണ്ടാവും, കൺസൈനി ഡാഷ്ബോർഡും ഉണ്ടാവും. അപ്പോൾ ബയ്യറുടെ ജോലിയും കൺസൈനിയുടെ ജോലിയും ആ ഒരു വ്യക്തി തന്നെയായിരിക്കും ചെയ്യുക. പക്ഷേ ബയ്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് PAO ആയിട്ട് നിയമിക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ കൺസൈനി എന്ന് പറയുന്ന വ്യക്തിക്ക് PAO ആവാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ 2 വ്യക്തികളെങ്കിലും ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബയ്യർ ആൻഡ് കൺസൈനി വേണമെങ്കിൽ ഒരാളെ നിയമിക്കുക. PAO എന്ന് പറയുന്ന പേയ്മെന്റ് വ്യക്തിയെയും PA എന്ന് പറയുന്ന പേയ്മെന്റ് വ്യക്തി സെപ്പറേറ്റ് ആയിട്ട് വേറൊരാളെ നിയമിക്കുക. 2 ആൾക്കാരെങ്കിലും മിനിമം വേണം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിവിടെ പ്രൈമറി യൂസർക്ക് 3 ക്വാളിഫിക്കേഷൻ പറഞ്ഞുവെങ്കിലും സെക്കൻഡറി യൂസറായ വ്യക്തികൾക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം പ്രൈമറി യൂസർ തൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ പറയുന്ന വ്യക്തികളെ എല്ലാവരെയും തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി പ്രൈമറി ബയ്യർ അല്ലെങ്കിൽ പ്രൈമറി യൂസർക്ക് തന്നെയായിരിക്കും. അതിനർത്ഥം സെക്കൻഡറി യൂസർ ആയിട്ടുള്ള പറയുന്ന വ്യക്തിക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ PAO എന്ന പേയ്മെന്റ് അതോറിറ്റിയെ നിയമിക്കുമ്പോൾ അവിടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയെ തന്നെ നിയമിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം പേയ്മെന്റ് അതോറിറ്റിയാണ്, പേയ്മെന്റ് നടത്താനുള്ള വ്യക്തിയാണ്. അപ്പോൾ അവിടെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയെ തന്നെ നിയമിക്കണം എന്ന് നിർബന്ധം ഇല്ല എന്നുള്ള അർത്ഥം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പേയ്മെന്റ് അതോറിറ്റി ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ. ആദ്യത്തെ കാര്യം ബയ്യറുടെ ഡ്രാഫ്റ്റ് ബില്ല് വെരിഫൈ ചെയ്യുക. അതിനുശേഷം വേണ്ട നടപടികൾ, പേയ്മെന്റ് ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതിനർത്ഥം PAO എന്ന് നിയമിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ ട്രഷറിയിൽ ബില്ല് കൈമാറ്റം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡിസ്ബേഴ്സ്മെന്റ് നടത്താൻ പവറുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാനും പേയ്മെന്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് പോകാനും മാത്രമായിട്ട് നിയോഗിച്ചാൽ മതിയാവും PAO എന്ന് പറയുന്ന വ്യക്തിയെ. അതുപോലെ തന്നെ ബയ്യർ എന്ന് പറയുന്ന വ്യക്തിയും സ്പെഷ്യലായിട്ടൊരു ക്വാളിഫിക്കേഷൻ പറയുന്നില്ല എങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം വിശദമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ധാരണയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ബയ്യറായിട്ട് തീരുമാനിച്ചെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തികളുടെ ജോലിയും എല്ലാം പിന്നെ അവർ ചെയ്യേണ്ട ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തെല്ലാം എന്നുള്ളതും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ എങ്ങനെ നടത്താം എന്നുള്ള കാര്യം കൂടി നോക്കാം. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ നടപടികളുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഒരു പ്രൈമറി യൂസർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ രജിസ്ട്രേഷൻ നടത്താം എന്നുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൈമറി യൂസറെ നേരത്തെ തന്നെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ചൂസ് ചെയ്തിരിക്കുക. അവരെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടത്തിവിടുകയാണ്. അപ്പം ആദ്യമായിട്ട് അവർ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആദ്യമായിട്ടുള്ള ഒരു പ്രീ റിക്വസൈറ്റ്സ് ആയിട്ടുള്ള കാര്യം എന്തെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പ്രൈമറി യൂസർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് gem.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വരികയും ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായിട്ട് സൈൻ അപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈൻ അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണാം ബയ്യർ ഓർഗനൈസേഷനും സെല്ലർ പ്രൊവൈഡറും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ ബയ്യർ ഓർഗനൈസേഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് സിസ്റ്റം നിങ്ങളോട് ചെയ്യാനുണ്ട് എന്ന് വിശദീകരിക്കുന്നത്. 3 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീ റിക്വസൈറ്റ്സ് ആണ്. പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറി യൂസർക്ക് വേണ്ട മിനിമം ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ മിനിമം ആവശ്യങ്ങളാണ്. അപ്പോൾ അവിടെ യൂസർ ടൈപ്പ് ആരാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പ്രൈമറി യൂസർ HOD എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം നിങ്ങളോട് ചോദിക്കും, ഈ പ്രൈമറി യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ആധാർ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നീട് ആധാറുമായി ബന്ധിപ്പിച്ച് മൊബൈൽ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം OTP വരുന്നത്, അല്ലെങ്കിൽ സെൽഫ് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ആ സമയത്ത് OTP വരുന്നത് ഈ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈലിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ആവശ്യമായിട്ടുള്ളത് gov.in അവസാനിക്കുന്ന ഒരു മെയിൽ ID തന്നെയാണ്. അപ്പൊ gov.in മെയിൽ ID അവസാനിക്കുന്ന മെയിൽ ID ഉണ്ടെങ്കിലും അത് ആക്റ്റീവ് ആണോ എന്നുള്ളതും കൂടി പരിശോധിക്കണം. അപ്പൊ അത് ആക്റ്റീവ് അല്ലെങ്കിൽ അതിന് തിരിച്ചെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ ഒരു gov.in അവസാനിക്കുന്ന മെയിൽ ID താൽക്കാലികമായിട്ട് ഇനാക്റ്റീവ് ആകും എന്നുള്ളത്, 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു മെയിൽ ID gov.in അവസാനിക്കുന്ന മെയിൽ ID കണ്ടിന്യൂസ് ആയിട്ട് 90 ദിവസവും ലോഗിൻ ചെയ്തില്ല എങ്കിൽ അത് താൽക്കാലികമായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ താൽക്കാലികമായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന മെയിൽ ID നിങ്ങൾ ജെമ്മിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തും അത് പ്രവർത്തിക്കാത്ത കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആക്റ്റീവ് ആണോ എന്നുള്ളത് പരിശോധിക്കുന്നത് email.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. NIC ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് email.gov.in. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്ന് നിങ്ങളുടെ മെയിൽ ID ആദ്യമായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം മെയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഉടനെ തന്നെ കവചിൽ നിന്ന് ലഭിക്കുന്ന 6 അക്ക നമ്പറും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ സൈൻ ഇൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇൻആക്റ്റീവ് യൂസർ അല്ലെങ്കിൽ ഇൻവാലിഡ് യൂസർ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു മെസ്സേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ മെയിൽ താൽക്കാലികമായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്ത മെയിൽ ID ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആക്ടിവേറ്റ് ID എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമായിട്ട് ചൂസ് ചെയ്യാം. ഒരു ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൽ ID ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. ഇവിടെ നിങ്ങളുടെ മെയിൽ അഡ്രസ്സും മെയിൽ ID ആയിട്ട് ബന്ധിപ്പിച്ച് മൊബൈലിലൂടെ അവസാന മൊബൈൽ നമ്പറും ക്യാപ്ചയും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെ നിങ്ങളുടെ മെയിൽ ID ആക്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ HOD ആയിട്ട് ബന്ധപ്പെടുക. കേരള IT മിഷനിലേക്ക്
നിങ്ങളുടെ വിശദമായ മെയിൽ ഐ ഡി ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ആധാർ പോലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് HOD മുഖേന കേരള IT മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുക. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും രജിസ്ട്രേഷൻ നടപടികളിലേക്ക് വരിക. അപ്പം അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ജിമ്മിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ്, എങ്ങനെ ഒരു പ്രൊക്യൂർമെന്റ് നടത്തണം, ഏത് തരത്തിലുള്ള ഡീവിയേഷൻ നടത്താൻ പാടില്ല എന്നുള്ള പറയുന്ന ഒരു ഏകദേശം ഒരു 50-55ഓളം പേജുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. GTC എന്നാണ് പറയുക. തൽക്കാലം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ഒന്ന് ബ്രീഫായിട്ടെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. പക്ഷെ തൽക്കാലം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടികളായിട്ട് മുന്നോട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ഐ ഹാവ് റെഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നീട് രജിസ്ട്രേഷൻ നടപടികളായിട്ട് പിന്നെ വേണ്ട ആവശ്യങ്ങളാണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് ആണ്. ഓർഗനൈസേഷൻ ടൈപ്പ് എന്തായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. അതിനുശേഷം സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കും. അതിനുശേഷം ഓർഗനൈസേഷൻ എല്ലാം തന്നെ ചൂസ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഹൈ ലെവൽ അതോറിറ്റി ജിമ്മിൽ ഓൾറെഡി വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ടാവും. ഒരു വെരിഫൈങ് അതോറിറ്റി എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഇനി നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ലിസ്റ്റ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓഫീസ് നെയിം മാനുവലായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് പേഴ്സണൽ വെരിഫിക്കേഷൻ. ഒരു HODയുടെ പേഴ്സണൽ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആധാർ നമ്പറും ആധാറുമായി ബന്ധിപ്പിച്ച് മൊബൈൽ നമ്പറും കൊടുക്കുക. അങ്ങനെ ഒരു OTP വരും. ആധാർ ബന്ധിപ്പിച്ച മൊബൈലിലേക്ക് ഒരു OTP വരും. വെരിഫൈ ചെയ്യുക. അപ്പോൾ ആധാറിൽ ലഭ്യമായിട്ടുള്ള ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇമെയിൽ ID വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ഇമെയിൽ ID ആക്റ്റീവ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ ഇതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഇവിടെ വെച്ച് അവസാനിക്കും. അതുകൊണ്ട് തന്നെയാണ് മെയിൽ ID ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. ഒഫീഷ്യൽ മെയിൽ ID കൊടുക്കുക. അപ്പോൾ മെയിൽ IDയിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷമാണ് പ്രൈമറി യൂസർ അല്ലെങ്കിൽ പ്രൈമറി ബയർക്ക് തൻ്റെ യൂസർ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നത്. യൂസർ ID തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. യൂസർ ID ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളൊരു പൊതുവായിട്ടുള്ളൊരു യൂസർ ID എന്നുള്ള രീതിയിൽ മാത്രം ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യുക. കാരണം യൂസർ ID പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൈമറി യൂസർ അല്ലെങ്കിൽ പ്രൈമറി ബയർ ഒരു ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതേ യൂസർ ID ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡറി യൂസറുകളുടെ കൺട്രോൾ എല്ലാം ഉള്ളതും പിന്നീട് നടത്തുന്ന പർച്ചേസുകളെല്ലാം ഇതേ യൂസർ ID അല്ലെങ്കിൽ യൂസർ ക്രെഡൻഷ്യലിൻ്റെ ഭാഗമായിട്ടാണ് സേവ് ചെയ്യപ്പെടുക. ഒരു പ്രൈമറി യൂസർ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയോ റിസൈൻ ചെയ്ത് പോകുന്നൊരവസരത്ത് ഇതേ യൂസർ ID ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ്റെ പിന്നീടുള്ള പ്രവർത്തികളെല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസർ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള യൂസർ ID അല്ലാതെ പൊതുവായിട്ടുള്ളൊരു ഓഫീസ് ടേം, ജനറൽ ആയിട്ടുള്ളൊരു ഓഫീസ് ടേം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു യൂസർ ID പാസ്വേഡും പ്രൈമറി യൂസർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ അവിടെ പ്രൈമറി യൂസർക്ക് യൂസർ ID പാസ്വേഡ് ലഭിക്കുന്നതാണ്. അതിനുശേഷം തൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വെബ്സൈറ്റിൽ വന്നിട്ട് ലോഗിൻ ചെയ്യുക.
ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്നവയാണ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഓർഗനൈസേഷൻ അഡ്രസ് ആണ്. അതെന്താന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെബ്സൈറ്റ് URL നിർബന്ധമാണ് എന്നുള്ളത് ചോദിക്കും. നിങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പൊതുവായിട്ടുള്ളൊരു വെബ്സൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിനുശേഷം പേയ്മെന്റ് മെത്തേഡ്. ഇവിടെയാണ് പ്രൈമറി യൂസർ തൻ്റെ ഓർഗനൈസേഷനിൽ വേണ്ട അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന പേയ്മെന്റ് മെത്തേഡ് എന്താണെന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതേഴ്സ് എന്നുള്ളതോ സ്റ്റേറ്റ് എന്നുള്ളതോ ചൂസ് ചെയ്യാം. കാരണം നിങ്ങൾ നടത്തുന്ന പേയ്മെന്റ് ട്രഷറി വഴിയോ NEFT അല്ലെങ്കിൽ PFMS ഇതര പേയ്മെന്റ് ആണെങ്കിൽ അതേഴ്സ് എന്നുള്ളതോ സ്റ്റേറ്റ് എന്നുള്ളതോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പേയ്മെന്റ് മെത്തേഡ്. ഇനി പേഴ്സണൽ വെരിഫിക്കേഷൻ. ഓൾറെഡി ആധാറുമായി വെരിഫൈ ചെയ്ത് പേഴ്സണൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എല്ലാം പ്രത്യക്ഷമാവുന്നതാണ്. GSTയിൽ രജിസ്റ്റേർഡ് ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. GST രജിസ്റ്റേർഡ് എന്നുള്ളത് നിർബന്ധമല്ല. സെല്ലർമാർക്കാണ് ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം സെല്ലർമാരാണ് ഇൻവോയ്സ് റേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് GST ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. റെഫറൽ വെരിഫിക്കേഷൻ എന്നുള്ള പ്രൊഫൈലിന്റെ കംപ്ലീഷന്റെ ഭാഗമായിട്ട് റെഫറൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി യൂസർ തൻ്റെ മേലുദ്യോഗസ്ഥനെ അറിയിക്കുകയാണ് ജെമ്മിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥന്റെ സമ്മതം ആവശ്യമായിട്ടുള്ളതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് മേലുദ്യോഗസ്ഥന്റെ ഫസ്റ്റ് നെയിം, അവരുടെ പേര്, അവരുടെ ഒഫീഷ്യൽ മെയിൽ ID, മേലുദ്യോഗസ്ഥന്റെ മൊബൈൽ നമ്പർ, ഡെസിഗ്നേഷൻ എന്നുള്ളവയെല്ലാം കൊടുക്കാം. ഇത് കൊടുക്കുന്നത് ഈ അതിനുശേഷം പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് മേൽ ഉദ്യോഗസ്ഥനൊരു മെസ്സേജ് പോവുകയാണ്. ഇതേപോലുള്ളൊരു മെസ്സേജ് പോവും, അവരുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് പോവും. ഡീആക്ടിവേറ്റ് ഈ പറയുന്ന വ്യക്തി ജെമ്മിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ സമ്മതം ആവശ്യമാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേലുദ്യോഗസ്ഥനെ ഒന്ന് വിളിച്ച് പറഞ്ഞ് ഈ ഒരു നടപടി കംപ്ലീറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പ്രൈമറി യൂസർ ആയിട്ടുള്ള വ്യക്തിയെ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞു, പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈമറി യൂസർ ചെയ്യുന്ന കാര്യം സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡറി യൂസറെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമറി ബയർ അല്ലെങ്കിൽ പ്രൈമറി യൂസർ വീണ്ടും ലോഗിൻ ചെയ്യുന്നു. യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്രൈമറി ബയറുടെ പേജിൽ നിന്ന് ലഭ്യമാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നേരിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആഡ് സെക്കൻഡറി യൂസർ, മാനേജ് പോസ്റ്റ്, മാനേജ് ഡിവിഷൻ, ക്രിയേറ്റ് ജെം ബയർ ID എന്നുള്ള 4 തരത്തിലുള്ള ഓപ്ഷനുകൾ കാണാം. ഇവിടെ ഞാൻ പറഞ്ഞു പ്രൈമറി യൂസർ സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സെക്കൻഡറി യൂസറായിട്ട് തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് gov.in അവസാനിക്കുന്ന മെയിൽ ID ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്രിയേറ്റ് ജെം ബയർ ID എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കടക്കുകയേ വേണ്ട. ഇനി സെക്കൻഡറി യൂസറായുള്ള വ്യക്തികൾക്ക് gov.in എന്ന് അവസാനിക്കുന്ന മെയിൽ ID ഇല്ല, പക്ഷെ അവരെ നമുക്ക് സെക്കൻഡറി യൂസറായിട്ട് നിയമിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈമറി യൂസർ തൻ്റെ പേജിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ജെം ബയർ മെയിൽ ID എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം ജെമ്മിൽ നിന്ന് ലഭിക്കുന്ന ഒരു മെയിൽ IDക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ gov.in അവസാനിക്കുന്ന സെക്കൻഡറി യൂസറായിട്ട് നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് gov.in മെയിൽ ID ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയേ വേണ്ട. പിന്നീട് പ്രൈമറി യൂസർ
പ്രൈമറി യൂസറുടെ കീഴിൽ പല ഡിവിഷനുകളുണ്ട് എങ്കിൽ ആദ്യം ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കണം സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഒരു ഹെഡ് ഓഫീസിൽ നിന്നുള്ളൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിയാണ് പ്രൈമറി യൂസർ എന്ന് തീരുമാനിച്ചിരിക്കെ ഡിസ്ട്രിക്ട് ഓഫീസുകൾ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകളെ ഓരോ ഡിവിഷനുകളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ന്യൂ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൈമറി യൂസർ തീരുമാനിക്കുന്ന ജില്ലാ ഓഫീസോ റീജിയണൽ ഓഫീസറുടെ പേര് നിർദ്ദേശിച്ച് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തൊരു ഡിവിഷൻ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി പ്രൈമറി യൂസർക്ക് ഡിവിഷൻ തൻ്റെ ഓഫീസിന് കീഴിൽ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിന് കീഴിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതില്ല എങ്കിൽ ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസ് നടത്തുമ്പോഴാണ് ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യാതെ താൻ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓഫീസ് അഡ്രസ്സിലേക്ക് നേരിട്ട് സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ ഡിവിഷൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. നിങ്ങളുടെ ട്രിവാൻഡ്രം ഓഫീസിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രൈമറി യൂസറായിട്ട് തീരുമാനിച്ചിരുന്നത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഒരു മാഡത്തെയാണ്. ഡിവിഷനുകളായിട്ട് ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട പോലുള്ളവരെല്ലാം ഡിവിഷനുകളായിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഓരോ ഡിവിഷനിലേക്കും സെക്കൻഡറി യൂസറുകളെ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഒരു പ്രൈമറി യൂസറാണ് നിങ്ങൾക്കുള്ളത്. ബാക്കിയുള്ള ഓഫീസുകളെല്ലാം തന്നെ എല്ലാ ഓഫീസുകൾക്കും ഓരോ ഡിവിഷനായിട്ട് പ്രൈമറി യൂസർ തീരുമാനിക്കുകയും പിന്നീട് ഓരോ ഡിവിഷനിലേക്കും സെക്കൻഡറി യൂസറുകളെ ആഡ് ചെയ്യുകയാണ് ചെയ്യപ്പെട്ടത്. ഓക്കെ. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ഡിവിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവിഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ. അങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ആഡ് സെക്കൻഡറി യൂസർ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലാത്ത പക്ഷം വേണ്ടെങ്കിൽ വേണ്ട, ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഉടനെ തന്നെ ആഡ് സെക്കൻഡറി യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രൈമറി യൂസർ സെക്കൻഡറി യൂസറുകളെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ആഡ് സെക്കൻഡറി യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായിട്ട് മാനേജ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ലഭ്യമാണ്. അത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡറി യൂസറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സെക്കൻഡറി യൂസർ ആരാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡെസിഗ്നേഷൻ വ്യക്തമായിട്ട് കൊടുക്കുക. സീനിയർ സൂപ്രണ്ട് ആണോ, സീനിയർ സൂപ്രണ്ട്, എൻവയൺമെന്റൽ എഞ്ചിനീയർ ആണോ, അവരുടെ ഡെസിഗ്നേഷൻ എന്താണെന്നുള്ള വ്യക്തമായിട്ട് കൊടുക്കുക. ഡിവിഷൻ സെലക്ട് ചെയ്യാനുള്ളൊരു അവസരം വരികയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആണ് നമ്മൾ നേരത്തെ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളൊരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡിവിഷൻ വേണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡിവിഷനുകൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതിനുശേഷം റോൾസ്, ഈ ഉദ്ദേശിക്കുന്ന വ്യക്തി, ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരു സെക്കൻഡറി യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ വ്യക്തിയുടെ ഡെസിഗ്നേഷൻ സൂപ്രണ്ടന്റ് ആണ്. ഡിവിഷൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡൽഹി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് പ്രൈമറി യൂസർ കൊടുക്കുന്ന റോളുകൾ എന്താണെന്നുള്ളതും വ്യക്തമാണ്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ബയ്യറും കൺസൈനിയും എന്ന് പറയുന്ന 2 ജോലി ഒരുമിച്ച് കൊടുക്കുകയാണ് ഈ വ്യക്തിക്ക്. അങ്ങനെ ഇരിക്കെ ബയ്യറും കൺസൈനിയും ചെയ്യേണ്ട ജോലി
ഈ ഒരു പറയുന്ന വ്യക്തി തന്നെ ചെയ്യണം. അതിനുശേഷം സെക്കൻഡറി ഈ പറയുന്ന വ്യക്തിക്ക്, ഈ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള യൂസർ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതും പ്രൈമറി യൂസർ തന്നെയാണ്. ഇനി അവരുടെ സെക്കൻഡറി യൂസറുടെ മെയിൽ ID വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നടപടികൾക്കെല്ലാം ശേഷം സെക്കൻഡറി യൂസറായിട്ട് തീരുമാനിക്കുന്ന വ്യക്തിയുടെ മെയിൽ ID ഒരു വേരിഫിക്കേഷൻ ലിങ്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡറി യൂസർക്ക് നിർബന്ധമായിട്ട് gov.in അവസാനിക്കുന്ന ഒരു മെയിൽ ID വേണം എന്ന് പറയുന്നത്. ഇതെല്ലാം കൊടുത്തതിന് ശേഷം ആഡ് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡറി യൂസർക്ക് ഒരു OTP പോകുന്നതാണ്. ആ OTP അല്ല, ഒരു വേരിഫിക്കേഷൻ ലിങ്ക് പോകുന്നതാണ്. ആ വേരിഫിക്കേഷൻ ലിങ്ക് പോകുന്നത് പ്രൈമറി യൂസർ ഇവിടെ ആക്ഷൻ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ. ഇപ്പോൾ സൂപ്രണ്ടന്റ് എന്നൊരു വ്യക്തി ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുകയാണ്, ഇവിടെ ഇനാക്റ്റീവ് സ്റ്റാറ്റസിൽ കിടക്കുകയാണ്. അപ്പോൾ ആഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലിങ്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൈമറി യൂസർ ക്ലിക്ക് ചെയ്യുകയും വേരിഫിക്കേഷൻ ലിങ്ക് അതോടുകൂടി സെക്കൻഡറി യൂസറുടെ മെയിലേക്ക് അയക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയക്കുന്ന മെയിൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും. സെക്കൻഡറി യൂസർ തൻ്റെ മെയിൽ ID തുറന്നു നോക്കുകയും വെരിഫൈ മീ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും വേണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഴ്സണൽ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെരിഫൈ മീ നൗ എന്നുള്ളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡറി യൂസർക്ക് പ്രൈമറി യൂസർ നിയോഗിച്ചിട്ടുള്ള ഡിവിഷൻ ഏതാണെന്നും തൻ്റെ ജോലി എന്താണെന്നുള്ളതും എല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. തൻ്റെ ഓർഗനൈസേഷൻ ഏതാണെന്നുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആകെ കൂടി സെക്കൻഡറി യൂസർക്ക് തൻ്റെ ആധാർ നമ്പറും ആധാറുമായി ബന്ധിപ്പിച്ച് മൊബൈൽ നമ്പർ മാത്രം കൊടുത്താൽ മതിയാവും. അങ്ങനെ വെരിഫൈ ആധാർ നടത്തുന്നതോടുകൂടി സെക്കൻഡറി യൂസറായിട്ട് ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യപ്പെടുകയാണ്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം വെരിഫിക്കേഷൻ എല്ലാം നടത്തി കഴിഞ്ഞ് ആ പേജ് പിന്നെ മുന്നോട്ട് പോകുന്നത് സെക്കൻഡറി യൂസർക്ക് തൻ്റെ പാസ്വേഡ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൈമറി യൂസർ സെക്കൻഡറി യൂസർക്ക് വേണ്ടിയിട്ട് യൂസർ ID മാത്രമേ തീരുമാനിക്കുന്നുള്ളൂ. പക്ഷെ പാസ്വേഡ് തീരുമാനിക്കുന്നത് സെക്കൻഡറി യൂസർ തന്നെയായിരിക്കും. അപ്പം അത് ലോഗിനിലേക്കുള്ളൊരു സെക്യൂരിറ്റി സെക്കൻഡറി യൂസറുടെ കൺട്രോളിലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം കൊടുത്തതിന് ശേഷം പാസ്വേഡും കൊടുത്തതിന് ശേഷം ആധാർ വെരിഫിക്കേഷനും പാസ്വേഡും കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നടത്തുന്ന ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം നടത്തിയതിന് ശേഷം പ്രൈമറി യൂസറുടെ പേജിൽ സെക്കൻഡറി യൂസറുകൾ ഈ നടത്തിയ നടപടികൾക്കെല്ലാം ശേഷം സെക്കൻഡറി യൂസറുടെ പേജിൽ സ്റ്റാറ്റസ് ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കുന്നതാകും. ഓരോ സെക്കൻഡറി യൂസറുകളും ഈ പറയുന്ന പോലത്തെ നടപടികൾ നടത്തുന്നതിലൂടെ പ്രൈമറി യൂസറുടെ പേജിൽ നിന്ന് അവരുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഒരു സെക്കൻഡറി യൂസർ ആക്റ്റീവായിട്ടുള്ള ഒരു സെക്കൻഡറി യൂസർ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയോ റിട്ടയർ ചെയ്ത് പോവുകയോ അവരുടെ പിന്നെ ഈ ഒരു പോകുന്നതിനുള്ള മുൻപ് തന്നെ പ്രൈമറി യൂസർ തൻ്റെ അക്കൗണ്ടിൽ പോയി അവരെ ഡീആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നടപടിയായിട്ടുള്ള ആക്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡീആക്ടിവേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പ്രൈമറി യൂസർക്ക്. ആ ഡീആക്ടിവേറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിലുള്ള സെക്കൻഡറി യൂസർ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. എന്നിട്ട് പുതിയതായിട്ട് വരുന്ന വ്യക്തിയെ ഞാൻ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ പുതിയതായിട്ടുള്ള വ്യക്തിയെ സെക്കൻഡറി യൂസറായിട്ട് തീരുമാനിക്കണം. അപ്പോൾ ഒരു വ്യക്തി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയി പോകുന്നതിന് മുൻപോ പ്രൈമറി യൂസർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പോകുന്ന വ്യക്തിയെ ജെമ്മിൽ നിന്ന് തൻ്റെ ഓർഗനൈസേഷനിൽ നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കാരണം ഡീആക്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ട്രാൻസ്ഫറായി പോകുന്ന ഓർഗനൈസേഷനിൽ ജെമ്മിൻ്റെ ആവശ്യമായിട്ട് ഈ ഒരു വ്യക്തിക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഓൾറെഡി വേറൊരു ഓർഗനൈസേഷൻ ആക്റ്റീവായിട്ട് കിടക്കുന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരു ഓർഗനൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ ജെമ്മിൻ്റെ നടപടി കാര്യമായിട്ട് സെക്കൻഡറി യൂസറായിട്ട് തീരുമാനിക്കണം എന്നുള്ളൊരു അവസരം വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല, ഡീആക്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് ട്രാൻസ്ഫറായി പോകുന്നതിന് മുൻപ് തന്നെ പ്രൈമറി യൂസർ ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഇനി ഒരു പ്രൈമറി യൂസറാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു പ്രൈമറി യൂസർ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ പ്രൈമറി യൂസർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം, ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പാടുകയില്ല എന്നുള്ളതാണ്. കാരണം ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെക്കൻഡറി യൂസറുകളും അതിനു മുൻപ് നടത്തിയ പർച്ചേസുകൾ എല്ലാം തന്നെ ഇൻവാലിഡായി പോകുന്നതാണ്, അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ അതിന് പകരം ഇവിടെ മൂന്നാമത്തെ ഏറ്റവും താഴെ നിന്ന് മൂന്നാമത്തെ ഓപ്ഷനായ നോട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോട്ട് വികാസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അതിനർത്ഥം വികാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിലവില് പ്രൈമറി യൂസറായിട്ട് ഉള്ളത്. അപ്പൊ ഈ ഒരു വികാസ് എന്ന് പറയുന്ന വ്യക്തി സ്ഥലം മാറി പോവുകയാണ്. അപ്പൊ വേറൊരു വ്യക്തി വരികയാണ്, വികാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തി വരികയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, നോട്ട് വികാസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനുശേഷം നിലവിൽ വരുന്ന വ്യക്തിയുടെ ആധാർ ഡീറ്റെയിൽസ്, ആധാർ നമ്പറും ആധാറുമായി ബന്ധിപ്പിച്ച് മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യുന്നതോടുകൂടി നിലവിലുള്ള വ്യക്തി പോവുകയും പുതിയ ഒരു വ്യക്തി ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകാതെ നോട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയും അവിടെ പുതിയതായിട്ട് വരുന്ന വ്യക്തിയുടെ ആധാർ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ഇമെയിൽ ID ചേഞ്ച് ചെയ്യുകയോ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ ഞാൻ നോട്ട് വികാസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആധാർ നമ്പർ, പുതിയതായിട്ട് വരുന്ന വ്യക്തിയുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്തു.
വെരിഫൈ ആധാർ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്ത് പുതിയ വ്യക്തിയുടെ പേരിവിടെ വരുന്നതാണ്. ഈ പറഞ്ഞവയിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് പ്രൈമറി യൂസർ യഥാർത്ഥത്തിൽ പോകുമ്പോൾ അവിടെ അക്കൗണ്ട് ഡീആക്ടിവേഷൻ അല്ല നടത്തുന്നത്, ട്രാൻസ്ഫർ എന്നുള്ള നടപടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ സെക്കൻഡറി യൂസറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിലവിലുള്ള വ്യക്തികളെ ഡീആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. എന്നിട്ട് പുതിയതായിട്ട് വരുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് സെക്കൻഡറി യൂസറായിട്ട് നിയമിക്കണം. അപ്പോൾ പ്രൈമറി യൂസർക്ക് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. സെക്കൻഡറി യൂസർക്ക് ഡീആക്ടിവേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, സൂര്യ മാഡം ഉണ്ടോ ലൈനിൽ? സൂര്യ മാഡം ലൈനിലുണ്ടോ? ആ മാഡം, ശനിയാഴ്ച സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ ഹെഡ് ഓഫീസിൽ ഉള്ള വ്യക്തികളെ പിന്നെ ചില വ്യക്തികളെ പ്രൈമറി യൂസർ ആക്കണം എന്നുള്ളത് അല്ലെ? ഹെഡ് ഓഫീസ് രജിസ്റ്റർ ചെയ്തിരുന്ന സെക്കൻഡറി യൂസറുകളെ പ്രൈമറി യൂസർ ആക്കണം എന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് എനിക്ക് പ്രൈമറി യൂസറുടെ അക്കൗണ്ട് ഒന്ന് തുറന്ന് തരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. പ്രൈമറി യൂസറുടെ